ഈ കണ്ണൂര് കിടക്കുന്ന ഞാൻ എങ്ങനെ ട്രിവാൻഡ്രം കിടക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയ നമ്മുടെ തന്നെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. വേറൊന്നുമല്ല, നമ്മൾ രണ്ടാളും ലോങ് ഡിസ്റ്റൻസ് കപ്പിൾസ് ആണല്ലോ. എത്ര പേർക്ക് അറിയുമെന്ന് അറിഞ്ഞൂടാ. പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മള് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നിന്ന കപ്പിൾസ് ആയിരുന്നു. എനിക്കിപ്പോ മാരേജ് കഴിച്ചിട്ട് നല്ലൊരു ലൈഫ് ഇപ്പം കൊണ്ടുപോവാണ്. എവിടുന്നാന്നോട് പറഞ്ഞു കൊടുക്കേ. അതായത് കണ്ണൂരിന്ന് ട്രിവാൻഡ്രം, ഇവിടെ ട്രിവാൻഡ്രം, ഞാൻ കണ്ണൂര്. അങ്ങനെയാണ് നമ്മുടെ റിലേഷൻഷിപ്പും ആഫ്റ്റർ മാരേജ് ലൈഫ് വരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് വന്നത് നമ്മുടെ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന കുറച്ച് പേർക്ക് കുറച്ചൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർ നമുക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾ സർവൈവ് ആയത്, എങ്ങനെയാണ് നിങ്ങൾ എല്ലാവർക്കും അറിയേണ്ടത് എങ്ങനെ നിങ്ങൾ മാരേജിലേക്ക് പോയി, എങ്ങനെ റിലേഷൻഷിപ്പ് ഇത്രയും നല്ല ഒരു സെക്യൂർ ആയിട്ട് കീപ്പ് ചെയ്തു എന്നാണ് ആൾക്കാർക്ക് അറിയേണ്ടത്. അതും ഈ അറ്റത്തും ഈ ഇറ്റത്തും കിടന്ന ഒരു രണ്ടുപേരും തമ്മിൽ കേരളത്തിൽ ഇപ്പം എറണാകുളവും ട്രിവാൻഡ്രം ആണെങ്കിലും കുഴപ്പമില്ല, ഒരു നോർമൽ ഏരിയ ആണ്. അല്ലെങ്കിൽ പോട്ടെ മലപ്പുറവും കണ്ണൂരാണെങ്കിൽ പോലും അതും നോർമലാ. പക്ഷെ ഇത് കണ്ണൂരിന്ന് ട്രിവാൻഡ്രം വരെ ഉള്ളതെന്ന് പറയുമ്പം ലോങ് ജേർണി ആണത്. അപ്പൊ നമ്മൾ മീറ്റ് ചെയ്ത ഒരു കേസ് പറഞ്ഞത്, ഇത് ഒരിക്കലും നമ്മൾ ലവ് സ്റ്റോറി നമ്മൾ പറയല്ല, നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ നിന്നപ്പോൾ ഉള്ള നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഫസ്റ്റ് തന്നെ പറയേണ്ടത് ലോങ് ഡിസ്റ്റൻസിനെ പറ്റിയിട്ട് ട്രസ്റ്റ് ആണ്. നമ്മളെ പാർട്ട്ണറോട് നമ്മൾ എത്രത്തോളം ട്രസ്റ്റ്ഫുൾ ആയിരിക്കുന്നോ അത്രയും നന്നായിരിക്കും നമ്മുടെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവും, ഈ കണ്ണൂര് കിടക്കുന്ന ഞാൻ എങ്ങനെ ട്രിവാൻഡ്രം കിടക്കുന്ന ഇവള് വിശ്വസിക്കുന്നില്ല. ജെനുവിനായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടൈം എനിക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് വന്നിട്ടില്ല. കാരണം നമ്മൾ ടോട്ടലി സ്ട്രേഞ്ചേഴ്സ് ആണല്ലോ. സ്ട്രേഞ്ചേഴ്സ് തമ്മിൽ എങ്ങനെ ട്രസ്റ്റ്ഫുൾ ആയിട്ട് പോവാം? അത് നമുക്ക് വരുന്നത് മെസ്സേജസ് വഴി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇമേജ് ആയിരിക്കും നമ്മൾ കാണുന്നത്. അതായത് ഞാൻ ഇവളെ പ്രൊഫൈലിൽ കയറി നോക്കുന്ന സമയത്ത് ഇവൾ അത്യാവശ്യം ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഓൾറെഡി ഫെയിം ഉള്ള ആളാണ് അവിടുത്തത്. എന്നെ നോക്കുമ്പോ ലോക്കൽ അല്ല, എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരാളെ ഫോട്ടോ കാണുമ്പോ അവനെ പറ്റിയിട്ടുള്ള ഒരു തോന്നും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓൾറെഡി എനിക്ക് മുന്നേ ഒരു കൊള്ളല് കൊണ്ടതാണ്, ഒരു ഫേക്ക് കോളി വന്ന് എന്നെ പറ്റിച്ചിട്ട് പോയത്, അതും ലോങ് ഡിസ്റ്റൻസ് തന്നെ വന്നിട്ട്. അപ്പൊ ഞാൻ ആദ്യം ചിന്തിക്കുന്നത് ഇതേ രീതിയിലായിരിക്കും ഇയാളും തുടർന്ന് പോവുക എന്നുള്ളതായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ. പൊതുവില് നമ്മൾ ഈ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും നമുക്ക് ഇൻബോക്സിൽ വരുന്ന മെസ്സേജസ് ഒന്നും ഞാൻ അധികം നോക്കാറില്ല. ഇനിയിപ്പോ നോക്കിയാൽ തന്നെ അതെല്ലാം കുറെ ഫേക്കന്മാരോ ഫേക്കത്തികളോ ഒക്കെ ആയിരിക്കും. അതെ. അപ്പൊ അതുകൊണ്ട് ആ ഏരിയയിലോട്ട് അധികം പോവാറില്ല. എന്തെങ്കിലും ചോദിക്കുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ള മറുപടി എടുക്കും, പോകും. ആ ഒരു രീതിയാണ്. പക്ഷെ എന്നോട് അപ്രോച്ച് ചെയ്ത രീതിയും ഞാൻ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്ത രീതിയും തമ്മിൽ ഇന്റർ കണക്ഷൻ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. അപ്പൊ ട്രസ്റ്റ് എനിക്ക് മെയിൻ ആയിട്ട് വന്നു തുടങ്ങിയത് എപ്പോഴാന്ന് വെച്ചാല്, നമുക്കൊരു ലവേഴ്സ് ആയിട്ട് നിൽക്കാം, ലവേഴ്സ് ആയിട്ട് തുടരാം, അങ്ങനെയല്ല ആള് പറഞ്ഞത്. ആള് ഡയറക്റ്റ് കൺസെപ്റ്റ് തന്നെ മാരേജ് ആണ്. അത് എന്നോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ലോങ് ഡിസ്റ്റൻസിൽ വരുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ടത്, ഏജ് എത്തുന്നവരെ നിങ്ങൾക്ക് കപ്പിൾസ് ആയിട്ട് തുടരാം, ഇഷ്യൂസ് ഇല്ല. പക്ഷെ എന്നിരുന്നാലും ട്രസ്റ്റ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അവർ മാരേജിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് നമ്മൾ എന്തായാലും നോക്കണം, മനസ്സിലാക്കണം. അതിൽ കുറെ പേര് വന്ന് പറയും കല്യാണമാണോ ഒരു റിലേഷൻഷിപ്പ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഒരിക്കലുമല്ല. ലിവിങ് ടുഗദർ ആയിട്ട് നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ട്രസ്റ്റിനെ പറ്റിയിട്ടാണ്. ലിവിങ് ടുഗദർ ആയാൽ അതിന്റെ കുറെ കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരിക്കലും എന്ന് വെച്ച് ഇതേയല്ല, അങ്ങനെയല്ല. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോ ട്രസ്റ്റിന്റെ കേസ് എടുക്കുന്നതാണെങ്കിൽ ഇവള് മാരേജിനെ പറ്റി സംസാരിച്ചപ്പോൾ തന്നെ എനിക്കും അത് ഓക്കെ ആയി. അപ്പൊ എനിക്ക് വിശ്വാസം, ഇവർക്ക് അങ്ങോട്ടേക്ക് വിശ്വാസം വന്നതും ഞാനും മാരേജിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവര് വിചാരിക്കും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴി കണ്ട ഉടനെ കല്യാണം കഴിക്കണം, അങ്ങനെയല്ല. ഇതിനിടയ്ക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെയുള്ളത് നമ്മള് ഫാമിലീനെ ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്തു. അപ്പം തന്നെ എനിക്ക് 100% ട്രസ്റ്റ്ഫുൾ ആയി. ആളൊരു ജെന്യുവിൻ പേഴ്സൺ ആണ്. ഇപ്പൊ എന്റെ കേസ് ആണെങ്കിലും ഞാനും എന്റെ ഫാമിലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്കത് ട്രസ്റ്റിംഗ് ആ ഒരു പ്രോസസ് അവിടെ നടന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ എനിക്ക് ട്രസ്റ്റിന്റെ കേസ് പറയാം. ലോങ് ഡിസ്റ്റൻസ് നിൽക്കുന്ന ആളെ ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം എന്ന് പറയുന്നതിന്റെ മെയിൻ റീസൺ തന്നെ, അയാളെ പ്രസൻസ് ഇല്ലെങ്കിൽ കൂടിയും അയാളെ നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ കൂടിയും
അയാൾ എന്നൊരു വ്യക്തി നമുക്ക് വേണ്ടി അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതിനെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. അയാൾ വേറെ ഒരു എന്താ പറയാ ഒരു എഫെയറിലേക്ക് പോകുന്നുണ്ടെന്നോ മറ്റേ അതിലേക്ക് പോകുന്നുണ്ടെന്നോ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാൻ വേണ്ടി പാടില്ല. എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് ഇരിക്കുന്നവർക്ക് കൂടുതലും വരുന്ന ഒരു സാധനമാണ് സംശയരോഗം. അതാണ് എല്ലാത്തിന്റെയും ബ്രേക്ക് ഇടുന്ന ഒരു സംഭവം അല്ലേ? അതെ, ട്രസ്റ്റ് എല്ലാവർക്കും അതാണ് ഇഷ്യൂ. നീ എവിടെ പോയി, നീ എന്ത് ചെയ്യുന്നു, നീ രാത്രി ആരോ കൂടെ ചാറ്റ് ചെയ്യുന്നു. ഇങ്ങനെ വരുന്ന സമയത്താണ് ഈ ടോക്സിക് ഏട്ടന്മാരും ടോക്സിക് ഏട്ടായിമാരും ഏട്ടത്തിമാരും വരുന്നത്. അവര് ലോങ്ങിലിരിക്കുമ്പോ പറ്റിക്കുന്നവരുണ്ട്. ഒരു 80% ആൾക്കാരും പറ്റിക്കുന്നവരാണ്. ലോങ്ങിലിരുന്നിട്ട് അവിടെ ലോങ് ഡിസ്റ്റൻസിൽ തന്നെ അത് സക്സസ്ഫുൾ ആവുന്നതിന്റെ പെർസെന്റേജ് തന്നെ വേൾഡ് വൈഡ് നോക്കുന്നതാണെങ്കിൽ കൂടി 20%. വെറും 20%. ബാക്കിയുള്ള 80% സ്കാമാണ്. സ്കാം എന്നല്ല, പറ്റിക്കും 100% ഷുവർ. പിന്നെ ഇത് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവരും കൊച്ചു പിള്ളേരെല്ലാം ആക്ച്വലി ചില കേസസിൽ പെടുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ പെട്ടെന്ന് പെടുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ പറഞ്ഞുതരാം. സ്നാപ്ചാറ്റിലാവുമ്പോൾ നിങ്ങൾക്ക് നമുക്ക് ഉണ്ടാക്കതില്ല, കംപ്ലീറ്റ് പ്രൊഫൈല് അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ കൊച്ചു പെൺപിള്ളറും കൊച്ചാൺപിള്ളറും അതിൽ പെട്ടുപോകുന്നത്. സോ അങ്ങനത്തെ പിള്ളേര് മാറി നിൽക്കുക, അത്രേ ഞാൻ പറയാനുള്ളൂ. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക, അല്ലെങ്കിൽ അവരുടെ പാരന്റ്സിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് മോണിറ്റർ ചെയ്യുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ സംഭവം മനസ്സിലാവും. അത് ഇടയ്ക്ക് ഫോണൊക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കൊച്ചു പിള്ളേരെ മീൻസ് കൊച്ചു പിള്ളേർ +2 സീരിയസ്ലി അവര് എന്താ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞൂടാ. ഇടയ്ക്ക് അവരെ മേലൊരു കണ്ണ് നമുക്ക് എപ്പോഴും വേണം അല്ലേ? അതെ. അടുത്ത കേസ് എന്ന് പറയുന്നത് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പം ലോങ് ഡിസ്റ്റൻസ് ആയി എന്ന് വെച്ചിട്ട് കൂടിയും നമ്മുടെ പാർട്ട്ണർക്ക് മെന്റലി ഉള്ള കണക്ഷൻ അവിടെ ഉണ്ടാവും, പക്ഷെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ കൂടി നമുക്ക് അവിടെ വേണം. ഫിസിക്കൽ കണക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് മീറ്റ് ചെയ്യണം നമ്മൾ അവരെ. അതായത് ഒരാള് ഞാനിപ്പം കണ്ണൂർ കിടക്കുന്നു, അവളിപ്പോ ട്രിവാൻഡ്രം കിടക്കുന്നു എന്ന് വെച്ചിട്ട് ഓക്കെ ശരി നമുക്ക് കല്യാണം കഴിക്കാൻ ഇങ്ങനെ ഒരു ഡീലർഷിപ്പ് മെസ്സേജിലൂടെ മാത്രമാവാൻ പാടില്ല. പകരം അവരെ കാണണം, അവരോട് സംസാരിക്കണം. പിന്നെ ഫേക്ക് അല്ലാന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ഒരു ദിവസം മീറ്റ് ചെയ്യണമെന്ന് പറയണം. ചിലപ്പം ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ മീറ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്തായിരിക്കും ഫേക്ക് കോണികളാണെങ്കിൽ നമുക്ക് മനസ്സിലാവുക അവർ പറയും എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവർ ഒഴിയാന്ന്. ചില കേസസിൽ ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഒരു ഗേള് റിച്ച് ആയിരിക്കുന്ന ഒരാളാണെങ്കിൽ, ജെൻഡർ ബേസ് ഞാൻ പറയുന്നില്ല, റിച്ച് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അത്തരത്തിലുള്ള രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്തയാൾക്ക് അതറിയാം. നിങ്ങളെ തൊട്ടടുത്ത് മീറ്റ് ചെയ്യുന്ന ആ സ്ട്രേഞ്ചർക്ക് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, അവർക്ക് ഈ കാര്യം നിങ്ങൾ റിച്ച് ആണെന്നുള്ള കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കാണും, അത് ഉറപ്പാണ്. പിന്നെ പറ്റിച്ചിട്ടങ്ങ് പോവും. അതും ഒരു ഷുവർ ആയിട്ടുള്ള കാര്യം. പിന്നെ ഇങ്ങനെയുള്ളവരെ പരിചയപ്പെടുമ്പം നമ്മൾ കാണാൻ പോകുന്നതിന് മുന്നേ അറ്റ്ലീസ്റ്റ് നമുക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ട് കാണാൻ പോകുന്നത് വളരെ നല്ലതായിരിക്കും. ഞാനൊരു സ്കാമിൽ ഓൾറെഡി പെട്ട ഒരാളാണ്. എന്റെ കൊളീഗ്സിനെ, അതായത് എന്റെ ഡയറക്ട് ഫ്രണ്ട്സിന് അറിയില്ലെങ്കിലും എന്റെ അടുത്ത് വേണ്ടപ്പെട്ടെന്നുള്ള ഒരു സാറുമാരുണ്ട്, അവർക്ക് അറിയാം ഈ കാര്യം. ഞാൻ അങ്ങനെ പെട്ടിട്ടുണ്ട്. ഞാൻ 2 തവണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്നിട്ട് അതേപോലെ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവരെന്തൊരു ഭ്രാന്തനാണ്. ഭ്രാന്തനല്ല. ആദ്യത്തെ കേസിലെല്ലാം ഓക്കെ, ഞാൻ പറഞ്ഞ മാരേജ് ചെക്ക് ഓക്കെ. രണ്ടാമത്തെ കേസിൽ എനിക്ക് ഉണ്ടായത് ഡയറക്റ്റ് മീറ്റിംഗ് എന്നുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു. ആ ഡയറക്റ്റ് മീറ്റിംഗിൽ അവിടെ ഞാൻ ഫെയിൽ ആയതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് നിൽക്കുന്നയാള് ഫേക്ക് ആയിരുന്നു. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫസ്റ്റത്തെ ഇതിൽ തന്നെ ഫസ്റ്റ് മന്ത് നമ്മൾ മീറ്റ് ചെയ്തു ഇൻ ദ സെൻസ് നമ്മൾ മെസ്സേജ് അയച്ചു. സെക്കൻഡ് മന്ത് തന്നെ ഞാൻ പോയി വെരിഫിക്കേഷൻ, ആധാർ വെരിഫിക്കേഷൻ ഫാമിലി മീറ്റ് ആയിരുന്നു ചെയ്തത്. കാരണം ഇവളെ മാത്രം ഞാൻ പോയി കാണുകയാണെങ്കിൽ ജസ്റ്റ് അത് എന്താ പറയാ നമ്മൾ നമ്മളുടെ ഒരു ലവ് റിലേഷൻഷിപ്പ് ബോണ്ടിങ് ആക്കി എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഫാമിലിനെയും ഞാൻ പോയി മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഫാമിലി കണക്ഷൻ നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. കാരണം ഇവളെ ഫാമിലിക്കും ട്രസ്റ്റ്ഫുൾ ആവണം. ഇങ്ങനെ ഒരാളുണ്ട്, ഇനി അതാണ് ഒരു കാര്യം. ആ ഫിസിക്കൽ മീറ്റ് എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. തേർഡായിട്ട് പറയാനുള്ളത് ഫാമിലിയുമായിട്ടുള്ള ബന്ധം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് ഏതൊരാളാണെങ്കിലും, ഇപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് നിൽക്കുന്നതാണെങ്കിൽ അവരവരുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കുറച്ചും കൂടി അപ്രോച്ചബിൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളിടയിൽ ഇപ്പൊ ഒരു ബ്രേക്ക് വന്നു, സപ്പോസ് എന്താ
ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാളും ഇടയിൽ ഒരു ബ്രേക്ക് എന്തെങ്കിലും ഒരു റീസൺ വഴി വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ ഏറ്റവും പെട്ടെന്ന് പറ്റുന്നത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനാണ്. അപ്പോ അവര് അതില് ബൈസ്റ്റാൻഡർ ആയിട്ടോ അല്ലെങ്കിൽ മിഡിൽ ആയിട്ടോ നിന്നിട്ട് അവര് നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കും. നിങ്ങളുടെ ഇതിലെ കണക്ഷൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിലോ അതൊരു ചെറിയ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി അവർക്ക് പറ്റും. ഇത് കേട്ടിട്ട് പറയുന്നവരുണ്ട്, നമ്മളെ പാർട്ട്നേഴ്സിനിടയിലെ പ്രശ്നം എന്തിനാ മൂന്നാമതൊരാളെ വലിച്ച് ഇതിലോട്ട് ഇൻവോൾവ് മൂന്നാമതൊരാള് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലോങ് നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഇപ്പൊ അങ്ങനെ മൂന്നാമത് നിൽക്കുന്ന ആൾക്കാർ, ചില ആൾക്കാരുടെ കേസിൽ അങ്ങനെ ഉണ്ടാവില്ല. അവര് മൂന്നാമതൊരാള് അവര് ചാൻസ് ഉണ്ട്, അങ്ങനെ അതുണ്ട്. പക്ഷെ ഫാമിലി വരുന്ന സമയത്ത് ഒരിക്കലും അത് ഉണ്ടാവില്ല. കാരണം അവർ രണ്ടുപേരെയും അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞ ആൾക്കാരാണ്. അറിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അവര് നമ്മളെ പിരിക്കാനല്ല നോക്കുക. നമ്മള് ഓക്കെ റീയുണൈറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ നമുക്ക് എപ്പോഴും ഒരു ബൈസ്റ്റാൻഡിങ്, ഒരു സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മൾ എന്തായാലും കരുതണം. ഏറ്റവും നല്ല വ്യക്തി എന്ന് പറയുന്നത് നമ്മളെ അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സാണ്. അത് നിങ്ങൾ പോയിട്ട് അനിയനെയോ അല്ലെങ്കിൽ ഏച്ചീനെയോ അങ്ങനത്തെ നമ്മൾ സിബ്ലിങ്ങിനെ പിടിച്ചുകൊണ്ട് കാര്യമില്ല. നമ്മളെ കേസിൽ നമുക്ക് സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ളത് ഇപ്പൊ എനിക്കാണെങ്കിൽ എന്റെ അച്ഛനും അമ്മയും, ഇവക്കാണെങ്കിൽ ഇവളുടെ അച്ഛനും അമ്മയാണ്. അതൊരു ഫാക്ട് ആണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ചെന്ന് പറഞ്ഞ ഉടനെ ഇവരെല്ലാം കൂടി സമ്മതിച്ച് കെട്ടിച്ചു വിട്ടതല്ല. അല്ലല്ല, അതായത് അവര് നമ്മളെ ഒരു ഒബ്സർവേഷൻ നടത്താനുണ്ട്. ആ ഒബ്സർവേഷനിലാണ് അവർക്ക് മനസ്സിലാവുക നമ്മൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ജെനുവിൻ ആണ് എന്നുള്ളത്. അപ്പൊ അവര് ഹോണസ്റ്റ് ആയിട്ട് നമ്മളെ കൂടെ തന്നെ നിൽക്കും. ആക്ച്വലി കണ്ടുടനെയല്ല കല്യാണം, നമ്മൾ 1 year ആയിട്ടാണ് നമ്മൾ കല്യാണം കഴിച്ചത് അല്ലേ. നമ്മൾ കണ്ടുടനെ അടുത്ത മാസം കണ്ട് അതിന്റെ അടുത്ത മാസം അല്ല കെട്ടിയത്, 1 വർഷം ആയിട്ടാണ്. ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ വന്നു. അല്ല, അങ്ങനെയല്ല, കുട്ടീനെ എനിക്ക് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ ശരി ബൈ. അതല്ല നമ്മള് നല്ല ഗ്യാപ്പ് എടുത്തിട്ടാണ് കെട്ടിയിട്ടുള്ളത്. അതൊരു കേസാണ്. ഇപ്പൊ നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനെ സപ്പോർട്ട് വന്ന് പറഞ്ഞു, വീട്ടുകാരെ എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ അത് നിങ്ങളെ കഴിവ് പോലെ ഇരിക്കും. അത് കാരണം ലോങ് ഡിസ്റ്റൻസ് പാരന്റ്സ് 100% അവർ സമ്മതിക്കൂല. ഫസ്റ്റ് അപ്രോച്ചിൽ ഒരിക്കലും സമ്മതിക്കൂല. നിങ്ങളിപ്പോ കരഞ്ഞു പറഞ്ഞാലും അവര് സമ്മതിക്കൂല. നമ്മളെ കരയൊന്നും പറയേണ്ടി വന്നില്ല. നമ്മളെ കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ടാളും ഓൾറെഡി ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസ് ആണ്. നമുക്ക് അതിനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യം നമ്മുടെ രണ്ട് പാരന്റ്സിനും അവർ അണ്ടർസ്റ്റാൻഡിങ് ആയതുകൊണ്ട് അവർക്ക് ഇഷ്യൂ ഇല്ല. ഇപ്പൊ എന്റെ പാരന്റ്സ് ആണെങ്കിൽ അവർ അറേഞ്ച്ഡ് മാരേജ് ആണ്, ഇവളുടെ പാരന്റ്സ് ആണെങ്കിൽ ലവ് മാരേജ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ലവ് മാരേജ് ഉള്ള ആൾക്കാർക്ക്, അത് പെൺകുട്ടീന്റെ അച്ഛനും അമ്മയും ലവ് മാരേജ് ആകുമ്പോൾ അവർക്ക് അതിന്റെ കൺസെപ്റ്റ് അറിയാം. എവിടെയൊക്കെ എന്തൊക്കെ ദൂഷ്യവശങ്ങളുണ്ട്, എവിടെയൊക്കെ നല്ല വശങ്ങളുണ്ട്, ഈ കാര്യങ്ങൾ അവർക്കറിയാം. പിന്നെ എന്റെ അച്ഛന്റെ അമ്മേന്റെ കേസ് നിങ്ങൾക്ക് അറിയാലോ, അവർ വീഡിയോയിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരും ഞാനും തമ്മിലുള്ള ബോണ്ട് എങ്ങനെയാണ്. അപ്പൊ അവർക്ക് ഓൾറെഡി ഞാൻ എന്തായാലും നല്ല ഡിസിഷൻ എടുക്കും എന്നുള്ള കാര്യം അവർക്ക് നല്ലോണം അറിയാം. ഇവർക്കും അറിയാം, പക്ഷെ ഇവർക്ക് ലോങ് ആണ് പ്രശ്നം. ഇത്രയും ദൂരെയുള്ള ഒരാളെ നീ ഇങ്ങനെ ഇത്രയും ദൂരം എങ്ങനെ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ഈ കല്യാണം എങ്ങനെ ഇത്ര ദൂരെയുള്ള ആളെ വെച്ച് നടത്തും, അതൊക്കെയുള്ള അവരെ കൺസേൺ. അല്ലാതെ ലവ് മാരേജിനെതിരൊന്നും ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും. അവര് ലവ് മാരേജ് ആണല്ലോ. എല്ലാവർക്കും ഉള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കിപ്പോ എന്തെങ്കിലും ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഞങ്ങൾ നിന്നെ സമീപിക്കും. അതിന് ഒന്നുമില്ലെങ്കിൽ ഇവക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് കണ്ണൂർ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തെ മെനക്കേടാ. അതെല്ലാരും സഹിച്ച് വരണം എന്നില്ല, അതൊരു ഫാക്ട് ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കെട്ടുകയാണെങ്കിൽ, സെൻട്രലിൽ കല്യാണം കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങോട്ടത്ത് തന്നെ പോയി കല്യാണം കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ഓപ്പോസിറ്റിക്കുന്ന ആൾക്കാരെല്ലാം വരണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇരുന്ന് വരാനുള്ള ചിലപ്പോ അങ്ങനത്തെ ഒരു കൺസെപ്റ്റേ വേണ്ടെന്ന് വെച്ച് കല്യാണം വരെ മുടക്കാനുള്ള ചാൻസും ഉണ്ടാവും. അവിടെയും നിങ്ങൾ തന്നെയായിരിക്കണം മുന്നിട്ടിറങ്ങേണ്ടത്. അടുത്ത ഒരു കേസ് പറയുന്നതാണെങ്കിൽ 2 പേരെ പറ്റിയിട്ടാണ്. ഇപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പെൺകുട്ടീന്റെ കേസ് മാത്രം ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, എപ്പോഴും പെൺകുട്ടികളുടെ കേസിലാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് ഈ ലവിന്റെ കേസ് വരുമ്പോൾ. എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൺവിൻസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ട്, ഇവരെ കൺവിൻസ് ചെയ്യില്ല, ഇവരെ കറേജ് അനുസരിച്ചിരിക്കും. നിന്റെ ധൈര്യം എത്രത്തോളം ഉണ്ടോ അത്രയും ആ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആയിട്ടിരിക്കും. മാത്രം സംസാരിച്ചാൽ നടക്കൂല, രണ്ടുപേരെ വീട്ടിലാരടുത്തും അതേപോലെ സംസാരിച്ചു. നമ്മളെ കേസിൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തെ സ്റ്റേജിൽ ഇവൾ എന്നോട് പറഞ്ഞത് നീ ആദ്യം നിന്റെ വീട്ടിൽ സംസാരിക്കുന്ന. ഞാൻ ഇതുപോലെ തന്നെ സംസാരിച്ചു, അവർക്കത് ഓക്കെയാണ്, അവർക്ക് ഇഷ്യൂ ഇല്ല, അവർക്ക് എന്തായാലും ഇവിടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു, അപ്പൊ ഓക്കെ ആയി. രണ്ടാമത്തെ കേസ് ഇവളടുത്ത് പോയപ്പം ഫസ്റ്റ് ഇനീഷ്യലി
ഇവൾ എന്നോട് എന്ത് പറഞ്ഞിട്ട് ഞാൻ കൺവിൻസ് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എനിക്ക് മുന്നിട്ട് വെച്ചത്. സത്യം പറഞ്ഞ ഇവിടെ ഒരു പേടി തൊണ്ടത്തിയായിരുന്നു. അതായത് ഈ ലോങ്ങില് ഇവിടെ 100% എന്നോട് പറഞ്ഞത് ഇത് നടക്കാൻ പോകുന്നില്ല, എന്റെ വീട്ടുകാർ സമ്മതിക്കൂല, അമ്മയെ കൺവിൻസ് ചെയ്താൽ ഓക്കെ ആയിരിക്കും എന്നാണ് ഇവള് പറഞ്ഞത്. കാരണം ഫാമിലി മെമ്പേഴ്സിൽ തന്നെ ഒന്നിക്കല് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരിൽ ഏതെങ്കിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ടാവും. അവരെ കൺവിൻസ് ചെയ്തെടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അതിൽ ആരാണോ കൂടുതലായിട്ട് നിൽക്കുന്നത് അവരെ നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി നോക്കുക, ശ്രമിക്കുക. അതിന് ചിലപ്പം നിങ്ങളെ പാർട്ട്ണറെ ഹെൽപ്പ് കൂടി നിങ്ങൾക്ക് ചിലപ്പം വേണ്ടി വരും. അവരെ വീഡിയോ കോൾ ചെയ്ത് പരിചയപ്പെടുത്തി ആ വീഡിയോ കോൾ ചെയ്യുന്നത് ഇടയിൽ തന്നെ നിങ്ങൾ ആ കാര്യം പറഞ്ഞു പോകുന്നതാണെങ്കിൽ വലിയ ഇഷ്യൂ ഇല്ലാണ്ട് ഈ സംഭവം പോസിബിൾ ആവും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ വീഡിയോ കോൾ ചെയ്യുന്നു, ഇവളെ വീഡിയോ കോൾ ചെയ്യുന്നു, ഇവള് അതേസമയം ഇങ്ങനെ കാണിച്ചിട്ട് ഇതെന്റെ ഫ്രണ്ടാണ്. അപ്പൊ അതിനിടയിൽ ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു സംഭവം ചെറിയൊരു ഇതുണ്ട്, അവരോട് എന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് പറയുന്നതാണെങ്കിൽ അവരൊരിക്കലും നോ പറയില്ല. കാരണം അതിന് പകരം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവരോട് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ വീട്ടിലെ അടുത്ത ആളോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി നോക്കും. അതിനുശേഷം അതിനെ ഫോളോ അപ്പ് ചെയ്യുന്നതനുസരിച്ചിരിക്കും നിങ്ങളെ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എത്രത്തോളം സക്സസ് ആവും എന്നുള്ളത്. ഇനി റിലേഷൻഷിപ്പ് ബോണ്ടിങ്ങിനെ പറ്റി പറഞ്ഞുതരാം. റിലേഷൻഷിപ്പ് ബോണ്ടിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ദിവസം പോലും വിടാണ്ട് നിങ്ങളെ പാർട്ട്ണറെ വിളിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ വിചാരിക്കും വിളിച്ചാലേ ഉള്ളൂ സ്നേഹമെന്ന്. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലേ, കമ്മ്യൂണിക്കേഷൻ മാത്രം മതി. നമ്മുടെ കേസിൽ 24 മണിക്കൂർ നമ്മൾ വിളിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. പകരം ഞാൻ നിന്നെ വിളിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറായിരിക്കും. ഒരു ദിവസമാണ് പറയുന്നത്, ഒരു ദിവസം. ബാക്കിയുള്ളത് ചിലപ്പോൾ ഇടയ്ക്ക് മെസ്സേജ് അയക്കും. ബാക്കിയുള്ള ടൈം നമ്മൾ നമ്മുടെ ജോലിക്കും ബാക്കിയുള്ള ആക്ടിവിറ്റീസിനും നമ്മൾ എന്റെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ ജോലിക്ക് പോകും, അതിനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യൂല. ഇവനും ജോലിക്ക് പോകും, ഞാൻ ഡിസ്റ്റർബ് ചെയ്യൂല. പിന്നെ നമ്മൾ ഡാൻസിന് പോകും, നീ പുറത്തു പോകും, എല്ലാം നടക്കുന്നുണ്ട്. പിന്നെ ഈ ട്രസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എവിടെ പോകുന്നതാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് വാങ്ങിക്കുമല്ല, അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. അവരോട് അപ്ഡേറ്റ്. നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചില ആൾക്കാർ ഇപ്പൊ അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടായിരിക്കും പോവുക, ചില ആൾക്കാർ അങ്ങനെ പറയത്തേ ഇല്ല. അതൊരു നല്ല ശീലമല്ല. എന്നാലും നമ്മൾ അറ്റ്ലീസ്റ്റ് അവരുമായിട്ട് ആ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവും. പക്ഷെ നമ്മുടെ കാര്യത്തിൽ അന്നും ഇന്നും അന്നായാലും ഒരു വ്യത്യാസമില്ല. അതിന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള ഒരു ഹോട്ടലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഞാൻ ഇപ്പം ഡെയിലി ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പം ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കല്യാണത്തിന് മുന്നേ ഞാൻ എപ്പോഴും കോൾ ചെയ്യുമല്ലോ. കോൾ ചെയ്യുന്ന കണ്ടിട്ട് തിരിച്ച് കല്യാണത്തിന് ശേഷം വീണ്ടും അവിടെ ചെന്ന സമയത്ത് ഞാൻ എന്തോ ഒരു കോള് പെട്ടെന്ന് ഇവളെ തന്നെ വിളിച്ച് കട്ടാക്കിയിട്ട് ചോറുന്ന സമയത്ത് അടുത്ത് ചേച്ചി ചോദിച്ചത്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്രയേ ഉള്ളൂ, എല്ലാം കഴിഞ്ഞു, അത് കല്യാണം നടക്കുന്നത് വരെ നിങ്ങൾക്ക് കോളിംഗ് പരിപാടി ഉള്ളൂ എന്നായിരുന്നു ആൾക്കാർ പറഞ്ഞത്. പക്ഷെ അവർക്കറിയില്ലല്ലോ, അതിന് മുന്നേ വരെ ഇവളെ ആയിരുന്നു ഞാൻ വിളിച്ചത്, അതിനുശേഷം ഇവക്കാണ് മെസ്സേജ് അയക്കുന്നുള്ള കാര്യം അവർക്കറിയില്ല. അതുകൊണ്ട് അങ്ങനെ പറ്റി. കാരണം എനിക്ക് ഓൾറെഡി അത് ഹാബിച്വലായി മാറി ഇവർക്ക് മെസ്സേജ് അയക്കാൻ. കാരണം എനിക്കത് അയച്ചിട്ടില്ലെങ്കിൽ എന്തോ പോലെയാണ്. നമ്മളെവിടെ പോകുന്നെങ്കിലും എന്തിനാണോ അവരെ അറിയിക്കുന്നത്, അങ്ങനത്തെ ഈഗോ വെച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും വേണമില്ല. കാരണം നിങ്ങൾ ഇയാളെ കെട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ലോങ് ഈഗോ വെച്ചിട്ട് ആണ് നടക്കുന്നതെങ്കിൽ അതൊരിക്കലും സക്സസ് ആയിട്ട് പോകില്ല. ഞാൻ ഇപ്പോഴും എഴുതി എന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാത്തിനും ഞാൻ ഇന്ന സ്ഥലത്ത് പോവാ, നീ പോകണ്ട എന്ന് പറയും. അതല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇന്ന സ്ഥലത്ത് പോകുന്നു, കഴിഞ്ഞു, അല്ല ഞാൻ പൊക്കോട്ടാ എന്ന് ചോദിക്കുമ്പോഴാണ് അവിടെ ഒരു അടി വരുന്നത്. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു പ്രശ്നമില്ല. അപ്പം ഇത്ര മാത്രമേ നമുക്ക് ഇപ്പം പറയാനുള്ളൂ. ഇതിലും കൂടുതൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് പറയണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അങ്ങ് എത്തിച്ചെന്ന് നിൽക്കും. അത് ഇന്നൊന്നും തീരുമില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ ലവ് സ്റ്റോറി വരെ ഞാനെങ്കിൽ തുറന്നു പറയും. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ആൾക്കാർക്ക് മാത്രമാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് എഡീഷണലി എന്തെങ്കിലും ഒരു പോയിന്റ് ചേർക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ നമ്മളെ അറിയിക്കുക. നമ്മൾ അങ്ങനെയാണെങ്കിൽ വേറെ ഒരു പാർട്ടിൽ അതിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ആയിട്ട് വരാം. നമ്മൾ ഒരിക്കലും പ്രൊഫഷണൽസ് അല്ല, നമ്മൾ ജസ്റ്റ് നമ്മളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തേ ഉള്ളൂ. കാരണം ചില ആൾക്കാരെങ്കിലും നമ്മളോട് ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആൾക്കാർ അയച്ചിട്ടുണ്ട്. അപ്പോ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ആണ് ഇത്. ഇൻഡിവിജ്വലി ചെയ്യുന്നതിനെന്നുള്ളത് നിങ്ങൾക്ക് പബ്ലിക്കലി നമുക്ക് പറയാന്നുള്ളതാണ്. നമ്മളെപ്പോഴും വ്ളോഗ് മാത്രമായിട്ട് ചെയ്തുകൊണ്ടും കാര്യമില്ലല്ലോ. ഇടയ്ക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അത് നമുക്കൊരു ഗുഡ് ഫീലിംഗ് ആണ്. അപ്പോൾ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന എല്ലാവരുടെയും
റിലേഷൻഷിപ്പ് നല്ലതാണെങ്കിൽ സക്സസ്ഫുൾ ആവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നല്ലതല്ലാന്ന് തെളിയുവാണെങ്കിൽ കളഞ്ഞേക്കും. അതും നമ്മൾ പറയുന്നത് പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞിരിക്കും. അപ്പൊ ഗൈസ് ബൈ.